ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ക്രാവ് ഫ്രൈ ആയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് നമുക്കൊരു ക്രാവ് ഫ്രൈയും കൂടെ ആവട്ടെ. അപ്പം നോക്കാം. നല്ല വലിപ്പമുള്ള ഒരു 4 ക്രാബാണ് ഞാൻ എടുത്ത് റോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വൃത്തിയാക്കാം. ആദ്യം അതിൻ്റെ കാലിൻ്റെ ആ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടണം. പിന്നെ അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ വേസ്റ്റും കൂടെ ഒക്കെ ഒന്ന് കളയണം. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് വെള്ളത്തിലിടാൻ പാടില്ല. നമ്മൾ മീനൊക്കെ കഴുകുന്ന പോലെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ വേണം ക്ലീൻ ചെയ്യാൻ. നമുക്കിതുപോലെ തന്നെ നമ്മുടെ ക്രാവ് മുഴുവനും ക്ലീൻ ചെയ്തെടുക്കണം. നമ്മുടെ ക്രാബ് മുഴുവനും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വേസ്റ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ വലിയ കാൽഭാഗം മാത്രം എടുത്തിട്ട് നമ്മളിതാ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. എന്നാലേ നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് മസാല ആവുള്ളൂ. അല്ലെങ്കിൽ അത് മസാല അതിൻ്റെ ഉള്ളിലാവില്ല. പിന്നെ കടിച്ചാലൊട്ട് കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുവാണെങ്കിൽ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലാവും. ചൂടായ പാനിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടാകട്ടെ. 1/2 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂണ് വെള്ളുള്ളി പേസ്റ്റ്. ഇഞ്ചിയും വെള്ളുള്ളിയും ചെറുതായിട്ടൊന്ന് കളറ് മാറിക്കഴിയുമ്പോൾ ഒരു 2 സവാള കട്ട് ചെയ്താണ് അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സവാള എടുക്കാം. കൂടുതൽ 2 പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ഉള്ളി വാട്ടാൻ. 1 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഉപ്പ് പൊടി ഇടുമ്പോൾ ഉള്ളി വേഗം വഴന്ന് കിട്ടും. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വാട്ടാൻ. നല്ലൊരു കളറ് വരട്ടെ. സവാള ഈ ഒരു കളറാകുമ്പോൾ ഞാനൊരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നിർബന്ധം ഉണ്ടായിട്ട് ചേർക്കുന്നതല്ല. തക്കാളി ചേർത്താൽ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് വീണ്ടും വഴറ്റാം. ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 നുള്ള് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധം ഉണ്ടായിട്ടല്ല. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മളിനി ഉപ്പ് ചേർക്കേണ്ടത് ലാസ്റ്റ് വേണമെങ്കിൽ മതിയേ. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രാബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റണം. മസാലയൊക്കെ എല്ലായിടത്തും ആകും പോലെ വഴറ്റിയിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ വെള്ളമൊക്കെ വറ്റി ആദ്യം തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് അടച്ചു വെക്കാം. നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആ വെള്ളം വറ്റുന്നവരെയും അടിയിൽ പിടിക്കാതെയും കരിഞ്ഞു പോകാതെയും നോക്കണം. ഒന്നും കൂടി തുറന്ന് നമുക്ക് മസാലയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെന്ന് വെച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പാകത്തിനുണ്ട്. നമ്മുടെ ക്രാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം. നിങ്ങളും കൂടെ ക്രാബ് കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അധികം മസാലകളും വേണ്ട, ഒന്നും വേണ്ട. വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
താങ്ക് യു.